പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഇറാനിൽ US ആക്രമണം. വ്യാപാര കപ്പൽ ഗതാഗതത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടിയായാണ് നടപടി. മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾക്കും തീരദേശ റഡാർ സംവിധാനങ്ങൾക്കും നേരെയാണ് US സൈന്യം വ്യോമാക്രമണം നടത്തിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ വീണ്ടും ആശങ്കയാകുന്ന സാഹചര്യമാണ്. വ്യാപാര കപ്പൽ ഗതാഗതത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടിയായാണ് നടപടി. നിലവിലുള്ള വെടിനിർത്തൽ ധാരണയുടെ ലംഘനമാണ് ഈ ആക്രമണമെന്നും അമേരിക്ക ആരോപിക്കുന്നു. ഹോർമുസിലൂടെ സഞ്ചരിച്ചിരുന്ന സിംഗപ്പൂർ പതാകയുള്ള ചരക്കു കപ്പലിന് നേരെയാണ് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. സംഭവത്തിൽ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആളപായമില്ല. അതേസമയം അമേരിക്കയുടെ ആരോപണങ്ങൾ ഇറാൻ തള്ളി. വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടില്ലെന്നും നിലവിലെ സാഹചര്യം നിയന്ത്രിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചതെന്നും ഇറാൻ പ്രതികരിച്ചു. ഒമാൻ തീരത്തെ ദാഹിദിനു തെക്കുകിഴക്കായാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാൻ നൽകിയ റൂട്ടിലൂടെയല്ലാതെ പോയാൽ ഇൻഷുറൻസോ സുരക്ഷാ ഗ്യാരണ്ടിയോ കിട്ടില്ലെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. സുരക്ഷിത നാവിക ഇടനാഴി ഇറാൻ അടച്ചു. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് മാർഗങ്ങളിലൊന്നായ ഈ മേഖലയിലെ സംഘർഷം ആഗോള വ്യാപാരത്തെയും എണ്ണവിലയെയും ബാധിക്കും. ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണം പാലിക്കാതെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം കപ്പലുടമയ്ക്കും കമാൻഡർക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. 130 കപ്പലുകളെ കടത്തിവിടാൻ കഴിയുന്ന പാത സജീവമായാൽ ഇറാന്റെ മേൽക്കൈ നഷ്ടപ്പെടുമെന്ന ധാരണയിലാണ് ഹോർമുസിൽ വീണ്ടും നിലപാട് കടുപ്പിച്ചത്. ഹോർമുസിൽ സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ നേരിട്ടുള്ള ആശയവിനിമയ സംവിധാനം നിലവിൽ വന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.